എന്താ ഉറക്കം വരുന്നു. അത് ഞാനൊന്ന് നിങ്ങൾക്ക് കാണണോ? രേണു കാണണോ? തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ബിഗ് ബോസിലെ പല കാര്യങ്ങളും ഇവർ വഴി ആളുകൾ അറിയുന്നത് വളരെ മോശം രീതിയാണ്. നമ്മളെയാണല്ലോ മച്ചമ്പി. നാളെ പ്രേക്ഷകർ കാണുന്ന കാര്യം ഇന്ന് തന്നെ വീഡിയോ ചെയ്ത് ആളുകളെ ഇവരെ പോലെ ഉള്ളവർ അറിയിക്കുന്നുണ്ട്. നാളെ അല്ലെങ്കിൽ ഞാൻ മിച്ചർ വാരി എന്റെ വായിലോട്ട് എറിഞ്ഞു കൊടുക്കണമായിരുന്നു. നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. ബെസ്റ്റ് തീരുമാനമായി. ഞാൻ കാണട്ടെ തന്നെ ജൂൺ ജൂലൈ മാസത്തിലെ പെർഫോമൻസ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. നന്നായിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് എടുത്ത് അയച്ചാണോ മൊബൈലില്? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. അയച്ചല്ല, എന്റെ ചാനലിൽ ഇട്ടതാ. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. നേരത്തെ വരുന്നതിന്റെ അന്ന് അവിശ്വാസ പ്രമേയം നടക്കില്ല. ഞങ്ങളെ രഹസ്യ ബാലറ്റ് ഉപയോഗിക്കും. പാർട്ടി തന്നെ പുറത്താവും. അടുത്ത ആഴ്ചത്തെ ഉണ്ടോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അല്ല 2-3 ആഴ്ച കൊണ്ട് എന്റെ ഞാൻ ഇടാൻ വേണമെങ്കിൽ. കുറച്ച് നാളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കണേ. നിന്റെ വലിയ ചെത്ത് സ്റ്റൈലൊന്നും ഇവിടെ വേണ്ട. അഥവാ നിനക്ക് ചെത്തണം എന്നുണ്ടെങ്കിൽ ആ തെങ്ങ് പോയി ചെത്തിക്കോ. അല്ല നേരത്തെ ഇത് മുൻകൂട്ടി കണ്ട് ഇങ്ങനെ ഇടും. അടുത്ത ആഴ്ചത്തെ എടുത്തിട്ടില്ലേ? സത്യം പറ. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? എന്റെ യൂട്യൂബ് ചാനൽ എടുത്തായിരുന്നു. അടുത്ത ആഴ്ചത്തെ ഉണ്ടോ? ഫസ്റ്റ് എന്തായാലും വരുമെന്ന് ഉറപ്പായിരുന്നു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇത് ശരിക്കും നല്ലൊരു പ്രവൃത്തിയാണോ? അല്ല അല്ല അല്ല. ഇതുകൊണ്ടൊന്നും ആരും ജയിക്കാനും തോക്കാനും പോകുന്നില്ല. നിങ്ങളെ സ്വന്തമായിട്ട് നിങ്ങള് പെർഫോം ചെയ്യണം. ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാന്നൊന്നും വിചാരിക്കണ്ട. വോട്ട് കിട്ടണമെങ്കിലേ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളും ചെയ്യണം. ഞങ്ങൾക്ക് 7ന്റെ പണി തരികയാണോ? എങ്ങനെയാണ് ഞങ്ങൾ 8ന്റെ പണി തിരിച്ചു തരും? വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞതുപോലെയായി. എല്ലാരും കൈവച്ചല്ലോ. ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.